അതിൽ ആ ഗ്യാങ്ങിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ പൈസ ഉള്ള ചങ്ങാതിമാരും ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടാവും. ഇനി പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലേക്കൊക്കെ പോകുമ്പം അപ്പോൾ അവരെ കൂടെയാണ്. ഓനപ്പം കൂടിയാലേ എന്ത് ചെയ്യുള്ളൂ, ഓരോ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഓനക്ക് അവിടേക്ക് എത്താം, വിചാരിച്ചത് പോകാം. അങ്ങനെ അവൻ ഇങ്ങനെ കൂടി നല്ലൊരു കുട്ടിയായിരുന്നു. പിന്നെ അവൻ്റെ കൂടെ ഇങ്ങനെ കൂടി അവൻ്റെ സ്റ്റാൻഡിലേക്ക് ഇവന് എത്തുകയാണ്. മറ്റുള്ളവരെ കൊണ്ട് ഒരുപാട് ഉപകാരം നേടുന്ന ആളുകളുണ്ടാവും. അവരുടെ അടുക്കൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നേടുന്ന ആളുകളുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ അവരുടെ അടുത്ത് ഒരു തെറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് മോശമായ അങ്ങനെ എന്തെങ്കിലും സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് എതിർക്കാൻ അവർ വല്ലാതൊരു വിമുഖത കാണിക്കും. എന്നുവെച്ചാൽ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഉപകാരം എനിക്ക് സ്റ്റോപ്പായി പോകുമോ എന്നുള്ളൊരു ചിന്തയിൽ എന്ത് ചെയ്യും, അവർ പിന്നെ ആ ചെയ്യുന്ന തെറ്റിനെ അങ്ങനെ അറിഞ്ഞോ അറിയാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. യഥാർത്ഥത്തിൽ അവരോട് ആത്മാർത്ഥമായൊരു സ്നേഹമാണോ അതിലൂടെ അവർ കാണിക്കുന്നത്? ഏതൊരു വിശ്വാസിയായ ആൾക്കും അല്ലാത്ത ആൾക്കാണെങ്കിലും അയാൾക്കൊരു നിലപാടും ഒരാദർശവും ഒരു സ്റ്റാൻഡും ഉണ്ട്. അയാൾക്ക് ഇനി എത്ര ഉപകാരം ഒരാൾ ചെയ്ത് കൊടുക്കട്ടെ, ഉപകാരം ചെയ്യാത്ത ആളാവട്ടെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉള്ളതുപോലെ പറയാന്നുള്ളത് അയാളെ പിന്നെ വ്യക്തിപരമായ ഫർള് ഐനായ ബാധ്യതയാണ്. അപ്പം അത് അയാൾക്ക് പിന്നെ ഒരുപാട് ഉപകാരം ചെയ്ത ആളാണ്. അപ്പം ഇനി അയാളോട് ഇപ്പം ഞാൻ അത് പറഞ്ഞാൽ എൻ്റെ ഉപകാരം അത് മുടങ്ങോ മുട്ടിപ്പോകോ, എനിക്ക് അയാൾ ഒരുപാട് സഹായം ചെയ്ത് എന്നെ പഠിക്കാനുള്ള സഹായമൊക്കെ ചെയ്തതെന്ന അയാളാണ്. ഇപ്പോൾ പിന്നെ പിന്നെ ആ ഒരു ജോലിയിലേക്ക് എത്തിക്കാൻ എനിക്ക് പറഞ്ഞു തന്നതും അവിടേക്ക് എന്നെ കൊണ്ടുപോയതൊക്കെ അയാളാണ്. അങ്ങനത്തെ ഒരാളെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരാൾ എന്ത് ചെയ്യാണ്, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിഷിദ്ധമായ ഒരു സംഗതിയിൽ പലിശയിൽ അയാൾ അകപ്പെടുന്നുണ്ട്, അത് ഇയാൾക്കറിയും. അപ്പോൾ ഇയാളത് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താത്ത അവസ്ഥയിൽ ഇങ്ങനെ അയാളൊരു ഉപകാരം ശ്രദ്ധിച്ച ആളല്ലേ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ വിശ്വാസം സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവമായ ഒരു തെറ്റ് കൂടിയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഉള്ളതുപോലെ പറഞ്ഞ് മറ്റയാൾ ഉപകാരം ചെയ്തത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയാളെ നന്മ പഠിച്ചോൻ സ്വീകരിക്കട്ടെ, അത് പഠിച്ചോൻ കബൂലാക്കട്ടെ, ആ നിലക്കുള്ള പ്രാർത്ഥന വേണം. അയാൾക്ക് അതിന് നന്മ കിട്ടും. പക്ഷേ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ഉൾക്കൊണ്ട കാര്യം അത് ആരാണെങ്കിലും അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ കാര്യം ഇന്നത്തെ കാലത്ത് വ്യാപകമായി നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇത് ശരിക്ക് ഇത് എവിടേക്ക് എത്തിക്കുമെന്നറിയോ, ഈ അപകടം ഒരു നിലപാടില്ലാതെ ആദർശമില്ലാത്ത ജീവിതത്തിലേക്ക് എത്തിക്കുമെന്ന് മാത്രമല്ല, ഒരു ലിബറൽ ചിന്തയിലേക്ക് വരെ എത്തിക്കാൻ കാരണമാക്കുന്ന ഒരു സമീപന രീതിയാണ് ഈ പറഞ്ഞ സംഗതി. സ്വാർത്ഥത കൂടും ചെയ്യും. യെസ് അല്ലേ? എനിക്കിൻ്റെ കാര്യം മറ്റുള്ളവനെ നീ എന്ത് നശിക്കുക തകര് എന്ത് ചെയ്തോട്ടെ, എനിക്ക് വേണ്ടി നിന്ന് കിട്ടേണ്ടത് കിട്ടണം. അതെ അതെ. അങ്ങനെയുള്ളൊരു വലിയ സ്വാർത്ഥതയിലേക്കും അത് നമ്മൾ എത്തിക്കും എന്നുള്ളതാണ്. അതെ. പലപ്പോഴും എന്താ വെച്ചാൽ ഇന്നത്തെ വിദ്യാർത്ഥി തലമുറകൾക്കിടയിൽ, ക്യാമ്പസിലെ വിദ്യാർത്ഥി തലമുറകൾക്കിടയിൽ ഇത് വളരെ വ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 7ാം ക്ലാസ് അല്ല, ചെറിയ ക്ലാസ് മുതൽക്ക് തന്നെ ഉണ്ട് ഇന്നത്തെ കാലത്ത്. പറയുമ്പോൾ മുമ്പൊക്കെ ഒരു 7ാം ക്ലാസ് മുതൽ എന്നൊക്കെ പറയല്, ഒരു ഗ്യാങ് സൃഷ്ടിക്കപ്പെടും, പിയർ ഗ്രൂപ്പ്. എന്നിട്ട് അതിൽ എന്തുണ്ടാവും, ആ കുട്ടി നല്ലൊരു കുട്ടിയായിരിക്കും. അവർ ഈ ഗ്യാങ്ങിൻ്റെ ഒപ്പം കൂടിയിട്ട് പിന്നെന്ത് ചെയ്യാണ്, അതിൽ ആ ഗ്യാങ്ങിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ പൈസ ഉള്ള ചങ്ങാതിമാരും ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടാവും. ഇനി പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലേക്കൊക്കെ പോകുമ്പം അപ്പോൾ അവരെ കൂടെയാണ്. ഓനപ്പം കൂടിയാലേ എന്ത് ചെയ്യുള്ളൂ, ഓരോ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഓനക്ക് അവിടേക്ക് എത്താം, വിചാരിച്ചത് പോകാം. അങ്ങനെ അവൻ ഇങ്ങനെ കൂടി നല്ലൊരു കുട്ടിയായിരുന്നു. പിന്നെ അവൻ്റെ കൂടെ ഇങ്ങനെ കൂടി അവൻ്റെ സ്റ്റാൻഡിലേക്ക് ഇവന് എത്തുകയാണ്. അപ്പോൾ അവൻ്റെ നിലപാടും ഇതൊക്കെ എന്ത് ചെയ്യണം, അവനക്ക് വേണ്ടി അവൾ മാറ്റി വെക്കുകയാണ്. പിന്നെ അവന് കേടായി പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. കുട്ടികളെ സംബന്ധിച്ച് ഇതേമാതിരി പ്രായമുള്ള ആൾക്കാരെ സംബന്ധിച്ചും ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാട് ഒരിക്കലും ഒട്ടും ശരിയല്ലാത്തതാണ്.